അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നമ്മെ ഉപദേശിക്കുന്ന നല്ലൊരു ഉപദേശം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, വൈനാ ഹമംത ബി അംറിൻ മിൻ ഉമൂരിൽ ആഖിറ, നിന്റെ കൽബിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട് ആഖിറമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്നു തോന്നിയാൽ, അതായത് നിസ്കരിക്കണമെന്നോ അല്ലെങ്കിൽ കുറച്ച് ഖുർആൻ ഓതണമെന്നോ അല്ലെങ്കിൽ കുറച്ച് ദിക്ർ ചൊല്ലണമെന്നോ സ്വലാത്ത് ചൊല്ലണമെന്നോ അല്ലെങ്കിൽ കുറച്ച് സ്വതക്ക കൊടുക്കണമെന്നോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു നല്ലൊരു ചിന്ത നിന്റെ കൽബിൽ വന്നാൽ ഫശമ്മിർ ഇലൈഹ, അതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നീ തയ്യാറാകണം. അതിന് ഒരു നിലക്കും നീ പിന്തിച്ചിടരുത്. അങ്ങനൊരു ചിന്ത വരുത്തുന്നത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചിന്ത കിട്ടിയപ്പോൾ അപ്പോൾ തന്നെ അതേ ആവേശത്തിൽ തന്നെ നീ അതിനെ ചെയ്യണം. അത് പിന്നെ ചെയ്യാം, കുറച്ച് പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്നൊരു ചിന്ത വരുന്നതിന് മുമ്പ് നീ അത് ചെയ്തിരിക്കണം. കാരണം ബഹുമാനപ്പെട്ടവർ പറയുന്നു, അങ്ങനൊരു നല്ല കാര്യം വന്ന സമയത്ത് തന്നെ നീ ചെയ്തില്ലെങ്കിൽ കുറച്ച് പിന്നെ ചെയ്യാമെന്ന് അതിന് സമയം കണ്ടെത്തി അതിന് നീ മാറ്റിവെച്ചാൽ പിന്നീട് അവിടെ ശൈത്താന് അതിൻ്റെ ഇടയിൽ ഇടപെടും. അപ്പോൾ അവര് പിന്നെ അതിപ്പോൾ ചെയ്യേണ്ടതുണ്ടോ, പിന്നെ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞ് നിന്നിങ്ങനെ വിശ്വാസാക്കും. അങ്ങനെ പിന്നീട് നിനക്കത് ചെയ്യാൻ യാതൊരു താല്പര്യം ഉണ്ടാവൂല. അപ്പൊ ആദ്യമുണ്ടായിരുന്ന ആ താല്പര്യം പിന്നെ ഇല്ലാത്തതിൻ്റെ പേരിൽ, ആ ആവേശം ഇല്ലാത്തതിൻ്റെ പേരിൽ പിന്നെ നിന്നെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ലൊരു ചിന്ത നിന്റെ കൽബിലേക്ക് തരുമ്പലേക്ക് നീ അത് ഓടി എത്തി ചെയ്യണം. അതാണ് ഒരു മുഅ്മിന് ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നല്ലൊരു ചിന്തനീയമായ വാക്കാണ്. പലപ്പോഴും നമ്മുടെ കൽബിൽ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ അള്ളാഹു തോന്നിപ്പിക്കുന്നുണ്ട്. അതെ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കുറച്ച് ഖുർആൻ ഓതണം, ഇന്ന് സുബഹിൻ്റെ നിസ്കാരത്തിലേക്ക് ജമാഅത്തിന് പോകണം, അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകണം, അങ്ങനെ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് റബ്ബ് നമ്മുടെ കൽബിലേക്ക് ഇങ്ങനെ നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ട് അവൻ തോന്നിപ്പിക്കുകയാണ്. ദുആ നിസ്കരിക്കണമെന്നോ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കണമെന്നോ, അങ്ങനെ ഏത് സമയം നല്ലൊരു ചിന്ത നമ്മളെ കൽബിലേക്ക് വന്നാൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണെന്ന് ചിന്തിച്ച് ആ സമയത്ത് തന്നെ അതിന് തയ്യാറാകണം. ആ സമയത്ത് തന്നെ തയ്യാറായാലേ ഒരു നല്ല ആവേശമുണ്ടാവും, നല്ല ഉന്മേഷമുണ്ടാവും. ആ സമയത്ത് തന്നെ നീ പോയാൽ, ആ ഇബാദത്ത് ചെയ്താൽ നിനക്ക് നല്ല അതിൽ ലസ്സത്തുണ്ടാവും. കാരണം അള്ളാഹു ഒരു കാര്യം ചിന്തിച്ചപ്പോൾ അതുപോയി നീ ചെയ്തപ്പോൾ അതിൻ്റെ ബറക്കത്ത് നിന്നിൽ കാണും. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്, അങ്ങനെ ചിന്ത വന്നപ്പോൾ അതിനെ നമ്മൾ മാറ്റി വെക്കുകയാണ്. കുറച്ച് പിന്നെ ചെയ്യാമെന്നോ അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്നോ, അല്ലെങ്കിൽ ഇന്ന് നന്നാകേണ്ടതില്ല, ഇന്ന് ഖുർആൻ ഓതേണ്ടതില്ല, ഇന്ന് പള്ളിക്ക് പോകേണ്ടതില്ല, നാളെ പോയാൽ മതി, ഇന്ന് കുറച്ച് തിരക്കുണ്ട്, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് എന്തെങ്കിലും ജോലിയുണ്ട്, ഒരു ജോലി ഉണ്ടാവില്ല, ഒരു തിരക്കും ഉണ്ടാവില്ല. അങ്ങനത്തെ ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് അവിടെ വരും. ഈ കാര്യം ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള ചിന്തകളാണ്. ആ ചിന്ത ആരാണ് ഇട്ടുതരുന്നത്? അത് ശൈത്താനാണ്. നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അത് നീ ചെയ്യണ്ട എന്ന് നിന്റെ മനസ്സിലേക്ക് തോന്നിയാൽ മനസ്സിലാകും ഇത് ശൈത്താനെന്ന്. പക്ഷേ ആദ്യഘട്ടം നിന്റെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ചിന്ത ഇത്തരത്തിലുള്ള ചിന്തകളാണ്. കുറച്ച് പിന്നെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നാളെ ചെയ്താൽ മതി എന്ന് അതിന് എങ്ങനെങ്കിലും പിന്തിരിപ്പിക്കും. അപ്പോൾ നാളെ ആണെങ്കിലോ, നാളെ ഇങ്ങനൊരു ആവശ്യം ഒരിക്കലും ഉണ്ടാവില്ല.
പിന്നീട് ഒരിക്കലും അതിനോട് അത്രമാത്രം താല്പര്യം, അത്രമാത്രം ആവേശം, ആ നേരത്തുണ്ടായിരുന്ന ആവേശം, താല്പര്യം ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഒരു നല്ലൊരു ഉപദേശമാണ്, എപ്പോൾ എൻ്റെ കൽബിൽ ഒരു നല്ലൊരു ചിന്ത തോന്നുന്നുണ്ടോ, ഒരു നല്ല അമൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, അപ്പോൾ തന്നെ അതിനെ ഓടിപ്പോയിക്കൊണ്ട് അതിനെ ചെയ്യാൻ നോക്കണം. അത് അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. അങ്ങനെ ചെയ്താൽ പിന്നീട് പല പല രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങളും അല്ലാഹുവിൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയും അത് ചെയ്യാൻ അവൻ തൗഫീക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ധാരാളം തൗഫീക്ക് അതിലൂടെ കിട്ടും. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നല്ല കാര്യങ്ങൾ അല്ലാഹു തോന്നിപ്പിച്ചപ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിൽ പിന്നെ അല്ലാഹു അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ കൽബിലേക്ക് ഇട്ടു തരൂലല്ലോ. അതുകൊണ്ട് നല്ല നിലക്ക് ഈ കാര്യം നാം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.